അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡും സ്പോർട്സും തമ്മിലുള്ള ഗെയിം പ്രീമിയർ ലീഗ് മാച്ച് അവസാനിച്ചു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് സ്പേഴ്സ് 2-2 2-2 സമനിലയിൽ കളി അവസാനിച്ചു. ഈ കളി എന്ന് പറയുമ്പോൾ ഒരു പ്രീമിയർ ലീഗ് ഫുട്ബോൾ ലവർ അല്ലെങ്കിൽ ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഇതൊരു അമേസിങ് ഗെയിമാണ്. കാരണം ഇറ്റ്സ് ലൈക്ക് എ റോളർ കോസ്റ്റർ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആദ്യം ലീഡ് എടുക്കുന്നു. 32-ാം മിനിറ്റിൽ എംബോമോ ഗോൾ അടിക്കുന്നു. 84-ാം മിനിറ്റിൽ ടെൽ സ്പോർട്സിന് വേണ്ടി ഈക്വലൈസർ ഗോൾ അടിക്കുന്നു. 91st മിനിറ്റിൽ റിച്ചാർലിസൺ അമേസിങ് ഗോൾ സ്പോർട്സിന് ലീഡ് എടുത്ത് കൊടുക്കുന്നു. 2-1 കളി കഴിഞ്ഞു. സ്പോർട്സ് ജയിച്ചു എന്ന് പറഞ്ഞാൽ ജയിച്ചു, 3 പോയിന്റ് സ്പോർട്സിന് കിട്ടിയെന്ന് വിചാരിക്കുന്ന സമയത്ത് കളി തീരാനുള്ള സമയത്ത് ഡിലീറ്റിൻ്റെ വക ഒരു ഹെഡർ ഗോൾ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2-2 ഡ്രാമാറ്റിക് ഫിനിഷ്. കളിയെക്കുറിച്ച് അത്രയ്ക്കേ പറയാനുള്ളൂ. ഡ്രാമാറ്റിക് ഫിനിഷ്. ഒരു ഫുട്ബോൾ ലവ് ഈ കളി കാണാച്ചെങ്കിൽ ഇറ്റ് വാസ് എൻ അമേസിങ് ഗെയിം. എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് സച്ച് എ ഡിസപ്പോയിൻറ്റ് ഗെയിം. പറയാനുള്ള 2 കാരണങ്ങൾ. ആദ്യം സ്കോർ ചെയ്ത് ലീഡ് എടുത്തു. ഇത് കഴിഞ്ഞ ആഴ്ച നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ അവരുടെ ഹോം മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആദ്യം കാസിമോറോൻ്റെ ഗോളിൽ ലീഡ് എടുത്തായിരുന്നു. പിന്നെ 2 ഗോൾ വഴങ്ങി. പിന്നെ അമാദ് ഗോൾ അടിച്ചിട്ട് 2-2 സമനിലയ്ക്ക്. അതേപോലെ തന്നെ ആദ്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗോൾ അടിച്ചു 32-ാം മിനിറ്റിൽ എംബോമോയുടെ വക. പിന്നെ 2 ഗോൾ വഴങ്ങി. 84-ാം മിനിറ്റിൽ ടെല്ലിൻ്റെയും 91-ാം മിനിറ്റിൽ റിച്ചാർലിസൻ്റെയും ഗോൾ വഴങ്ങി. പിന്നെ അവസാനം കഷ്ടപ്പെട്ട് ഒരു ഹെഡർ ഗോൾ കണ്ടെത്തി ഈക്വലൈസറാക്കി. മാഞ്ചസ്റ്ററിൽ നോക്കുമ്പോൾ സപ്പോർട്ടർ എന്ന് പറയുമ്പോൾ ഇത് വളരെ ഡിസപ്പോയിൻറ്റ് ഗെയിമാണ്. കിട്ടിയ ഗോളും ഒരു ഗോളും കൂടി അഡീഷണൽ അടിച്ചിട്ട് മത്സരം തീരുമാനമാക്കാനുള്ളൊരു ഇത് മാഞ്ചസ്റ്ററിന് കണ്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സ്റ്റാറ്റ് നോക്കുമ്പോൾ ആ കൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടിച്ചത് 2 ഷോട്ട് ഓൺ ടാർഗറ്റ്. 2 ഷോട്ട് ഓൺ ടാർഗറ്റും ഗോളാക്കി. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ആ കൂടി 2 ഷോട്ട് ഓൺ ടാർഗറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടിച്ചുള്ളൂ എന്ന് പറയുന്നത് അതൊരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സപ്പോർട്ട് നിലയ്ക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ഈ 2 കാര്യം കൊണ്ട് വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഗെയിം. പക്ഷേ കഴിഞ്ഞ കളിയും എവേ ഗെയിമായിരുന്നു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് സമനില 1 പോയിന്റ് കിട്ടി. ഇതും എവേ ഗെയിമായിരുന്നു. സ്പോർട്സിൻ്റെ ഹോം ഗ്രൗണ്ടിൽ സമനിലയായി 1 പോയിന്റ് കിട്ടി. പക്ഷേ പോയിന്റ് ഇല്ലാതെ വന്നില്ല, പോയിന്റ് കിട്ടി. അവസാനത്തെ 5 കളി എടുക്കുകയാണെങ്കിൽ ഗുഡ്. വിൻ ഡ്രോ. തോൽവി അറിയാത്ത 5 മത്സരങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നന്നായിട്ട് തന്നെയാണ് മുന്നേറുന്നത്. പക്ഷേ ആദ്യം ഒരു ഗോൾ ലീഡ് എടുക്കുകയും പിന്നെ സമനിലയിലേക്ക് കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ആ പ്രവണത നല്ലതല്ല. എനിവേ നല്ലൊരു ഗെയിമായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോക്കുമ്പോൾ ഇത്തിരി ഡിസപ്പോയിൻ്റ് ആണെങ്കിൽ പോലും അമേസിങ് ഗെയിം. ഓവറോൾ നോക്കുമ്പോൾ അമേസിങ് ഗെയിം. ഹൈലൈറ്റ്സ് കളി കാണാത്തവർ എന്തായാലും ഹൈലൈറ്റ്സ് പോയി കാണുക. ത്രില്ലിംഗ് ഗെയിമാണ്. ഓൾമോസ്റ്റ് സ്പോർട്സ് ജയിച്ചു എന്നുള്ള സമയത്ത് നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ ജയം സമനിലയിലേക്ക് പറിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. 55% ബോൾ പൊസിഷൻ സ്പോർട്സിനുണ്ടായിരുന്നു. 45% ബോൾ പൊസിഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. പക്ഷേ ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് മൊത്തം സ്പോർട്സിനായിരുന്നു. എന്നാൽ സ്പോർട്സിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് 1 പോയിന്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എടുത്തു എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ജയിക്കാവുന്ന കളിയായിരുന്നു. 1 ഗോൾ അടിച്ചപ്പോൾ ഒരെണ്ണം കൂടി അതേ ടീമിൽ അടിക്കുകയാണെങ്കിൽ ആ കളി ചിലപ്പോൾ ഇങ്ങോട്ട് പോകുന്നിരുന്നു. പക്ഷെ ആദ്യം ലീഡ് എടുക്കുന്നു. അവസാനത്തെ 2 കളിയിൽ കണ്ടതാണ്. ആദ്യം ലീഡ് എടുക്കുന്നു, പിന്നെ 2 ഗോൾ വഴങ്ങുന്നു, പിന്നെ അടിക്കുന്നു. അത് ശരിയായിട്ടുള്ള ഇതല്ല. ഇനിയും ടീം ബെറ്റർ ആവാനുണ്ട്. പക്ഷേ ഫൈൻ. തുടർച്ചയായ 5 കളി, തോൽവി അറിയാത്ത 5 കളികൾ.